ഹലോ ഹാരിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ഹൃദ്യമായ സ്വാഗതം കുറേ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ എന്നും ഹൃദ്യമായ സ്വാഗതം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഞായറാഴ്ചയാണല്ലോ. നമ്മളെ സായ്ക്കുട്ടിയെ കൂടെ ഉണ്ട് കേട്ടോ. ഓന് ഞായറാഴ്ചൻ്റെ ഒരു ആലസ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക. കാണിച്ചു തരാം. എന്താ പരിപാടി പറയൂ. ഒന്ന് അടുത്തേക്ക് വാ. എന്താ പരിപാടി? വെറുതെ ഇരിക്കൊന്നല്ല. ഈ ചെക്കനുണ്ടല്ലോ, എന്തോ എൻ്റെ കുരുത്തക്കേട് ഞാൻ പറഞ്ഞുതരാം. ഏതാ എൻ്റെ കുരുത്തക്കേട് ഒന്ന് കാട്ടി തന്നാ? അതിൻ്റെ പോലെ കാട്ടുന്ന കുട്ടികളോടൊന്ന് നോക്കട്ടെ. എല്ലാവരും ചെയ്യോ? എന്നാ ഉറക്കെ പറയേ, നല്ല ആൾക്കാർക്ക് അറിയുള്ളൂ. ഇതെന്താന്ന് വെച്ചാൽ കാണിച്ചെടുക്ക്, സാധനം കാട്ടി കൊടുക്ക്. എന്താണെന്ന് കാട്ടി കൊടുക്ക് സാധനം. അത് ഫെവിക്കോൾ കാട്ട്. കണ്ടോ, ഈ ഫെവിക്കോൾ ഞാൻ ഓനിക്കേ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും ഒട്ടിക്കാനിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഈ അവധി ഇല്ല, അല്ലെങ്കിൽ സ്കൂൾ വിട്ടു വന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ പരിപാടി എന്താ, ഈ ഫെവിക്കോൾ ഇങ്ങനെ കയ്യുമ്പോൾ തേക്കുക. നീ തേച്ചിട്ട് എന്താ ചെയ്യുക? അന്ന് മുഖം ഒന്ന് പൊന്തിക്ക, മുഖം പൊക്കിക്ക. എന്താ പറിച്ചെടുക്കുമ്പോൾ അപ്പോൾ രസം അതന്നെ. ഇതൊക്കെയാണ് സായ്ക്കുട്ടിൻ്റെ അവധി ദിവസത്തിലെ പരിപാടികൾ. നമുക്കത് ഞായറാഴ്ച ആയിട്ടേ ഒരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെടി കണ്ടോ, ഇവിടെ ആദ്യം 1-2 ചെടികൾ കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇങ്ങനെ വാടിയും കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ചെടിനെല്ലാം പറിച്ച് നമ്മൾ ഈ ചെടിക്കാക്കിട്ടോ. ഇപ്പം നമുക്ക് ഈ ഒരൊറ്റ ചെടി മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ താമസമായിരുന്ന സമയത്ത് നമുക്ക് കുറേ ചെടികളുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ പോയി. ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേ നമുക്ക് കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ഞാനിതൊക്കെ പ്ലാസ്റ്റിക് ചെടിയാക്കും, അതാണ് നമ്മളെ ഒരു പ്ലാൻ കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിട്ടോ, നമ്മൾ ഇന്നലെ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇച്ചിരി പ്രൊഡക്റ്റീവ് ആവണം എന്നൊക്കെ വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് പോയപ്പോൾ തന്നെ സായ്ക്കുട്ടി പറയുന്നുണ്ട്, അമ്മ ഗ്യാസ് ഇങ്ങനെ മണക്കുന്നുണ്ട് എന്നുള്ളത് പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ സിലിണ്ടറിൻ്റെ നമ്മളിങ്ങനെ ഇത് കറക്റ്റ് ചെയ്യൂലേ, ആ ഭാഗത്ത് ഗ്യാസ് ലീക്കായിട്ട് നമ്മൾ ഇവിടെ താഴെല്ലോ അവരെ വിളിച്ച് അവരത് കറക്റ്റാക്കി തന്നിട്ട് പോയി. അപ്പോൾ ഞാൻ പിന്നെ സിലിണ്ടർ ഓഫ് ചെയ്തു. പിന്നെ എനിക്കെന്തോ കുക്ക് ചെയ്യാൻ പേടിയിട്ട് പിന്നെ ഞാൻ അന്ന് സിലിണ്ടർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ സിലിണ്ടർ വീണ്ടും ഓൺ ചെയ്ത സമയത്ത് വീണ്ടും ഇത് മണക്കാൻ തുടങ്ങിയിട്ടോ. അതായത് നല്ല അത്യാവശ്യം നന്നായിട്ട് മണക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു എഗ്ഗ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഗ്ഗ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് ഞാൻ ശരിക്കും നോക്കിയപ്പോൾ നന്നായിട്ട് മണക്കുന്നുണ്ട്. അപ്പം ഞാനിതാ ഈ ലൈറ്റർ എടുത്തിട്ട് നമ്മൾ ഈ സിലിണ്ടർ ഇല്ലേ, സിലിണ്ടറിൻ്റെ അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് കത്തിച്ച് നോക്കി. അപ്പോൾ സിലിണ്ടറിൻ്റെ അവിടെ നിന്ന് തീ കത്തി. അതങ്ങനെ പൊട്ടിത്തെറിക്കൂല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഞാനത് വേഗം അതിൻ്റെ സാധനം റെഗുലേറ്റർ ഓഫാക്കിയിട്ടിട്ട് പിന്നെ നമുക്ക് സിലിണ്ടർ കൊടുന്നു തരുന്ന ആളെ വിളിച്ചു. മൂപ്പര് സിലിണ്ടർ കാര്യങ്ങളും ഒക്കെ ഫിറ്റാക്കി തന്നു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ആ റെഗുലേറ്റർ ഇല്ലേ, അതിൻ്റെ ആ ഒരു സംഭവം പൊട്ടിക്കായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ ഈ ഒക്ടോബർ വരുമ്പോൾ 2 വർഷമാകാൻ പോകണം. ആ ഒരു സമയത്ത് വെച്ചത് തന്നെയാണ് തോന്നുന്നു. അതോ അതിൻ്റെ മുമ്പായിരുന്നു ആ റെഗുലേറ്റർ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി അതൊക്കെ ശരിയാക്കി. അപ്പോൾ വീണ്ടും നമുക്ക് കുക്ക് ചെയ്യാനുള്ള ആ ഒരു മൂഡ് പോയി. ഞാൻ നല്ല മീൻകറിയൊക്കെ എടുത്ത് നല്ല വീഡിയോ ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ടെൻഷന്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്നേഹമുള്ള അയൽക്കാരുണ്ട് അവിടെ. എൻ്റെ സന്തോഷം എന്തെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ എൻ്റെ അപ്പുറത്തെ റൂമിലത്തെ ബിനി അവൾ വന്നിട്ട് നോക്കുകയൊക്കെ ചെയ്തിട്ടോ. എന്നിട്ട് അപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ നിങ്ങൾ കുക്ക് ചെയ്യണ്ട, ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടു തരാൻ പറഞ്ഞിട്ട് അവൾ നമുക്ക് പുട്ടൊക്കെ കൊടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ സായ്ക്കുട്ടി രാവിലെ പുട്ടും എഗ്ഗ് കറിയാണ് കഴിച്ച്. ഇനി നമ്മൾ ഉച്ചക്ക് നമുക്ക് ഞാൻ പറയില്ല മീൻകറി ഒന്നും വെക്കാനുള്ള ആ ഒരു മൂടില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഒരു കഞ്ഞി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ച കഞ്ഞിയാണ്. പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമുക്ക് അകത്തുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മളെ സായ്ക്കുട്ടിൻ്റെ കയ്യത്ത് ഗ്ലൂ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. കാണിച്ച ഷോമി ഇത് പറിച്ച നോക്കട്ടെ. ഇത് പറയുമ്പോൾ നമ്മളെ സായ്ക്കുട്ടിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. എന്താ ഇതിങ്ങനെ പറിച്ചെടുക്കുക, ഇതൊക്കെയാണ് ഓൻ്റെ വിനോദങ്ങൾ. എന്താ പറയുന്നില്ലേ, പൊട്ടിപ്പിടിച്ചോ? ഇതൊന്ന് പറയോ, ഞാൻ പറിച്ചു തരട്ടെ. നമ്മളെ ചില സമയത്ത് ഈ വർഷക്കാലമൊക്കെ ആകുമ്പോൾ ചിലരുടെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോരൂലേ, അപ്പോൾ നമുക്ക് പറിച്ചെടുക്കൂലേ. ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ ഫെവിക്കോൾ. ഇതിപ്പോൾ കഴിയാനായി. ഇത് വാങ്ങിച്ചിട്ട് ഒത്തിരി ദിവസമായിട്ടുള്ളൂ എന്നറിയോ. ഇതെന്നെ പിന്നെ നമുക്കിതാ ഇവിടെ ഈ 2 ഇൻഡോർ പ്ലാന്റും കൂടി ഉണ്ട്. ഞാൻ വല്ലാണ്ട് ശ്രദ്ധ കൂടുതലായ കാരണം കൊണ്ടേ നല്ല പച്ചച്ച് നിൽക്കുന്നുണ്ട് നമ്മളെ ഇൻഡോർ പ്ലാന്റ്. അതിനൊക്കെ കണ്ടോ നമ്മളെ ഈ ചുമന്ന ഫ്ലവേഴ്സ്,
വെള്ളം കൊടുക്കേണ്ട പറ്റും കൊടുക്കേണ്ട അത് എന്നും നല്ല പുഷ്പിച്ച് നിന്നോളൂ. ഇങ്ങനത്തെ നാളിനെ കൂടി വാങ്ങിച്ചു വെക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ സോഫ ഇങ്ങനെ നീളത്തിലായി. നമ്മുടെ സോഫൻ്റെ മുകളിൽ കുറേ തുണികളുണ്ട്. ഇതൊക്കെ അയൺ ചെയ്യാനുള്ളതാണ് കേട്ടോ. എനിക്കിത് നീളത്തിലിട്ടതല്ല. അതിൻ്റെ ഈ കോർണർ ഉണ്ടല്ലോ, സോഫൻ്റെ ഈ കോർണർ, ആ കോർണർമത്തെ സ്റ്റിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ ശരിയാക്കാൻ വേണ്ടി കൊടുത്തുക. ഇത് പെരിന്തൽമണ്ണ മയൂരിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് എത്രയോ ദിവസം, അതായത് 10-ാം തീയതിയാണ് നമ്മൾ ഈ സോഫ വാങ്ങിക്കുന്നത്. ഒരു 15-16 ആയപ്പോൾ തന്നെ അതിൻ്റെ സ്റ്റിച്ച് വിട്ടിരിക്കണ്. പിന്നെ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ തന്നെ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും കൂടെ എൻക്വയറി ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും സോഫ ഇപ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ എൻ്റെ തൊട്ടപ്പുറത്ത് റൂമിത്തോളും ഇങ്ങനെ മയൂരിൽ നിന്ന് തന്നെ സോഫ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓളുടെ സോഫ ഇങ്ങനെ സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്. നമ്മൾ ഓളത്ത് പറഞ്ഞിട്ട് ഓളൊരു ആക്ഷൻ എടുത്തിട്ടില്ല എന്നൊക്കെ പോലും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞ ശേഷം അവർ സോഫിൻ്റെ കോർണർ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്നാണത് തിരിച്ചു വരികയെന്ന് അറിയില്ല കേട്ടോ. എത്ര വേഗം തിരിച്ചു വരുമായിരിക്കും. അതുവരെ നമ്മൾ ഈ സോഫ അങ്ങനെ നിളത്തി കിടക്കും. പിന്നെ ഇതാ ഇതിൻ്റെ മുകളിൽ കുറേ ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഈ സൺഡേ ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ ഒരു 2 സൺഡേ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഈ ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്നിട്ട് വാഷ് ചെയ്തിട്ട് വെക്കും. എന്നിട്ട് അതൊക്കെ നിന്നിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് എടുത്ത് വെക്കും. എനിക്ക് ജിമ്മി പോണ ടീഷർട്ടും ചുരിദാറും കാര്യങ്ങളും ഒക്കെ അയൺ ചെയ്ത് എടുത്ത് വെക്കും. എനിക്ക് കുറേ അലക്കണതും ഇഷ്ടമാണ്, അയൺ ചെയ്യണതും ഇഷ്ടമാണ് കേട്ടോ. മടക്കണത് ഇഷ്ടമല്ല. പിന്നെ അയൺ ചെയ്യുമ്പോൾ മടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകൾ ഇങ്ങനെ അയൺ ചെയ്തെടുത്ത് വെക്കണം. അതടുത്ത പരിപാടി. ഇത് ഇന്നലെ ഈവനിങ്ങേ ഞാൻ കുറച്ച് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാല് വേദനിച്ച് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ കാല് വേദനിച്ചിട്ട് ഞാൻ നിർത്തിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കുറച്ചും കൂടി ഡ്രസ്സുകൾ അയൺ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അത് അയൺ ചെയ്യട്ടെ. അയൺ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള 2 സാധനങ്ങൾ കേട്ടോ. ഒന്ന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറിയോ കാര്യങ്ങളോ വെക്കും. അപ്പോൾ ഒരു ബോക്സ് വളരെ ആവശ്യമാണ്. പിന്നെ നമുക്ക് ഇത്രയും വലിയൊരു കോഡ് വയർ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ കോഡ് വയറാണ്. അതുകൊണ്ട് ഈ വയർ പറഞ്ഞത് ഇത്രയും നീളമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കിച്ചണിലാണ് കുത്തി വെക്കും. പിന്നെ അയൺ ബോക്സ് ഇവിടെയും കുത്തി വെക്കും. അങ്ങനെ നമ്മൾ അയൺ ചെയ്യും. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഒരുപാട് എൻക്വയറീസ് പിന്നെയും വരണം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒരു കരിനീലുണ്ട്. അതിൻ്റെ തന്നെ മെറൂൺ കളർ ഡ്രസ്സുണ്ട് കേട്ടോ. ഇത് ഭയങ്കര കോട്ടനാണ്, നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. ഒരു 650-700 ആ ഒരു റേഞ്ചിൽ അതിൻ്റെ വിലയും വരുന്നത് തോന്നുന്നു. നല്ല വലിയ ഷാളും പാൻറ്റും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഏകദേശം ഒരു 350 ആ ഒരു റേഞ്ചിലുള്ളതാണ് കേട്ടോ. ഷാൾ ഉണ്ടാവില്ല. പിന്നെ ഈ ഡ്രസ്സും നല്ല അടിപൊളിയാണ്. എൻ്റെ അടുത്ത് എല്ലാവരും ഇതിന് ലിങ്ക് എന്ന് ചോദിക്കാറുണ്ട്. ലിങ്ക് അല്ല ഉണ്ടാവും. നമ്മൾ വീഡിയോ കാണുമ്പോഴേ ഈ താഴെ ടാഗ് ചെയ്ത പ്രൊഡക്റ്റ് വരും. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് പോയിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെയും പിന്നെ ഈ 2 ചുരിദാറിൻ്റെയും അങ്ങനെ ടാഗ് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇനി കിട്ടുമെന്ന് അറിയില്ല, കാരണം ഇത് സ്റ്റോക്ക് ഔട്ട് ആവും പെട്ടെന്ന്. എന്നാലും ഇത് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കംപ്ലീറ്റ് ഡ്രസ്സും അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ജിമ്മിലോട്ട് പോകുമ്പോൾ ഇടേണ്ട ടീഷർട്ട്സുകൾ അയൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചുരിദാറുകൾ അയൺ ചെയ്തിട്ടുണ്ട്. വേറൊരു സാധനം കൂടി അയൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ നിസ്കാരക്കുപ്പായ മുസല്ലി വരെ അയൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ സായിക്കുട്ടി നല്ല കിടന്നുറക്കത്തിലാണ് കേട്ടോ. ഓനെ ഇന്നലെ 2 ഫുട്ബോൾ മാച്ച് ആയിരുന്നു. അത് 2 കണ്ടിട്ട് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ഉറക്കാം ഓനെ എപ്പം നീപ്പിക്കും ഞാൻ. അടുത്ത ടാസ്ക് നമുക്ക് ഇനി ഡ്രസ്സൊക്കെ അലമാരയിൽ കൊണ്ടുപോയി വെക്കണം. പിന്നെ ഈ കിടക്കുന്ന ഡ്രസ്സുകൾ മൊത്തം ഇത് അയൺ ചെയ്യാനുള്ളതല്ല. ഇതുകൂടി അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് മേപ്പോട്ട് കുത്തനെ കയറും. അതുകൊണ്ട് അയൺ ചെയ്യൽ ഞാൻ നിർത്തിയിട്ട് ഇതൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ വേഗം തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ അയണിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടോ ഇന്ന് 3 പാഴ്സൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാലേ
ക്യാമറ ചെരിഞ്ഞിരിക്കും, നേരെ ഇരിക്കും, നേരെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ട, ലഞ്ച് പ്രിപ്പറേഷൻ കേട്ടോ. ശരിക്കും ഇത് ലഞ്ച് പ്രിപ്പറേഷനൊന്നുമല്ല. ഇപ്പം സമയം ഒരു 5:30 മണിയായിരിക്കും കേട്ടോ. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 12 മണിക്കാണ്. പിന്നെ സായ്കുട്ടി കുറച്ച് സ്നാക്സ് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവനക്ക് വിശക്കുന്നുണ്ടാവില്ല. ഞാൻ പിന്നെ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശപ്പേ അറിയില്ല. അപ്പോൾ ഏകദേശം ഒരു 5:30 മണിയായിക്കണേ. ഇനി എന്തായാലും കഞ്ഞി കുടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി എനർജി കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കഞ്ഞിക്കില്ല കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് സവാളയും പച്ചമുളകും ഇട്ടെടുക്കണം കേട്ടോ. ഇതിപ്പിന്നെ വേറെ ഇട്ടെടുക്കാനേ സമയമല്ല. അപ്പോൾ രണ്ടും പാടത്ത് ഇവിടെ മുരിഞ്ഞ് വരട്ടെ. ഇത് ഞാൻ 2 ദിവസം മുമ്പ് ഇതെന്ത് പൊരിച്ച എണ്ണയായിരുന്നു, പഴംപൊരി പൊരിച്ച എണ്ണയാണ് കേട്ടോ. ആ എണ്ണ നമുക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ എണ്ണയ്ക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇനി വിട്ട് കുഴച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം കേട്ടെ. ഇനി നമുക്കിത് ഇളക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, രണ്ടാൾക്കും വേറെ ചട്ടകം ആവശ്യമില്ല. ഒരു ചട്ടകം കൊണ്ട് തന്നെ നമുക്ക് 2 എണ്ണം ഇളക്കി എടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം മുരിഞ്ഞ് വരാൻ പോകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. അടുത്തത് നമ്മളെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടി ഇങ്ങനെ ഇളക്കിയെടുക്കാം. എല്ലാം കൂടി ആവട്ടെ. കുറച്ച് എണ്ണ താടുമോ, കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്കിതിൽ പോയിക്കാം. ഇളക്കി എടുക്കാവേ. 1 2 3 4 ചിക്കി എടുക്കാം കേട്ടോ. കുട്ടിയെ ഉപ്പ് കൊടുത്തിട്ടില്ല, ഉപ്പുണ്ട്. ഓക്കെ, ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞോ? അങ്ങനെ എൻ്റെ സായ്കുട്ടി വൈകുന്നേരം മേല് കഴുകി, ഞാൻ മേല് കഴുകി. ഞങ്ങൾ സായ്കുട്ടിനെ പഠിക്കലും പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു. എന്തായാലും മുടി ഇങ്ങനെ ഇട്ട് അത് വെട്ടാനായിക്കണേ. കൊണ്ടുപോയി കടയിൽ പോയി വെട്ടിക്കണം. മുടി വല്ലാണ്ട് വലുതായിക്കണം സായ്കുട്ടിയെ. അങ്ങനെ കുട്ടി കുറച്ച് മുമ്പ് പുട്ടും മുട്ടക്കറിയൊക്കെ കഴിച്ചു. ഞാൻ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാറില്ല. ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകണമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലപോലെ നോക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പൊരിച്ചതൊക്കെ കഴിച്ചില്ലേ, നമ്മൾ പൊട്ടേറ്റോ പൊരിച്ചതൊക്കെ കഴിച്ചില്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈവനിങ് 6 മണിക്ക് ശേഷം ഇപ്പോൾ ഫുഡ് കഴിക്കാറില്ല കേട്ടോ. വെയിറ്റ് എൻ്റെ അടുത്ത് പല കൂട്ടുകാരും കമൻറ്റിൽ ചോദിക്കാറുണ്ട് എത്രയാണ് വെയിറ്റ് എന്നൊക്കെ. എൻ്റെ വെയിറ്റ് വല്ലാണ്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ 70 kg ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഡ്രസ്സുകളൊക്കെ ഇട്ടാൽ കൊള്ളുന്നുണ്ട്. അതൊരു വലിയ സംഭവമാണ് കേട്ടോ. ഡ്രസ്സുകളൊന്നും ഇട്ടാൽ കൊള്ളുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നാളെ രാവിലെ 5-5:30 മണിക്ക് എഴുന്നേൽക്കണം, ജിമ്മിൽ പോകണം, സായ്കുട്ടിനെ നീപ്പിക്കണം, സ്കൂളിൽ പറഞ്ഞേക്കണം. അങ്ങനെ എന്തെല്ലാം ജോലികളുണ്ട് നമുക്ക്. നാളെ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യാം അല്ലേ. മുടി എന്താണ് അത്രക്ക് വലുതായിക്കണ്? പെൺകുട്ടി പോലെ ആയിക്കണല്ലോ. ഒക്കെ ശരിയാക്കണം. നമ്മളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് പണ്ടത്തെ ഒരു നൊസ്റ്റു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ എൻ്റെ ചാത്താനോട് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക അങ്ങനെ നാളത്തേക്ക് എന്നുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞതാണ്, പണ്ട് ഞങ്ങൾ എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ അമ്മായി ഇങ്ങനെ നമ്മൾ അരിപ്പൊടിയും തേങ്ങയും കൂടിയും മിക്സാക്കിയിട്ടുള്ള ദോശ ഒന്നുമല്ല, നമ്മൾ രാവിലെ ചട്ടിയിൽ ഇങ്ങനെ ഒഴിക്കൂലേ അരിപ്പൊടിയിൽ തേങ്ങ ഇട്ടുള്ള ദോശ, അത് നമ്മൾ തലേ ദിവസം അരച്ച് വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം അതിന് ചെറിയൊരു പുളിപ്പും കുറച്ച് ടേസ്റ്റും ഉണ്ടാവും. അതാണ് സംഗതി. അപ്പം നമ്മൾ വേഗം അത് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ടാസ്ക് പിടിച്ച ഭാഗത്തേക്ക് പോകാൻ കേട്ടോ. ഈ തേങ്ങ പൊട്ടിക്കൽ എനിക്ക് എന്നൊരു ടാസ്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊറ്റ നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, തേങ്ങ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പൊട്ടുന്നു. അപ്പോൾ ഞാൻ നനച്ച് നോക്കട്ടെ കേട്ടോ. ഈ ഒരു വയറെന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫിൽറ്ററിൻ്റെ വേസ്റ്റ് വാട്ടർ പോകുന്ന വയറാണ്. ഞാൻ എന്തായാലും തേങ്ങ നനച്ചിട്ടുണ്ട്. ഇനി വെട്ടി വെക്കട്ടെ കേട്ടോ. എന്താ സംഭവിക്കും നോക്കിക്കട്ടെ. എനിക്കെല്ലാം കണക്കന്നെ. പൊട്ടി, 3ാമത്തേൽ പൊട്ടി കേട്ടോ. ഓക്കെ. ഇനി എന്തായാലും തേങ്ങ നനച്ചിട്ട് ഇനി പൊട്ടിക്കുള്ളൂ. അപ്പോൾ
നമ്മളങ്ങനെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടോ, അരച്ചിട്ട് നമ്മളിതാ കുറച്ച് ടൈറ്റായിട്ട് കണ്ടോ, ഇങ്ങനെ ടൈറ്റായിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ മിക്സിയിൽ നിന്ന് മാറ്റണമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് വേറെ പാത്രത്തേക്കാക്കി ആക്കാൻ നിൽക്കണമൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ തന്നെ വെക്കും. രാവിലെ ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളേക്കും മിക്സിയിലൊന്നുമില്ല അടിക്കും. ആ മിക്സിയിൽ തന്നെ എടുത്തിട്ട് ദോശ ചെയ്യും. അതൊക്കെ എൻ്റെ പരിപാടി. അപ്പോൾ നമ്മളെ കിച്ചണത്തെ ജോലി ഏകദേശം തീർന്നുണ്ടോ. കിച്ചണിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഇടിയും മഴയൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ എല്ലാത്തിൻ്റെയും വയർ ഞാൻ ഊരി വെക്കും. കാരണം രാത്രി ഇടി ഉണ്ടാവും മിന്നലുണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച പല സാധനങ്ങളും കേടുവരാതിരിക്കാൻ അതെന്നെ വഴിയുള്ളൂ. പിന്നെ വേറെ അർജൻറ്റായിട്ട് ചെയ്യുന്ന വേറൊരു കാര്യം, സിലിണ്ടറിൻ്റെ ഈ റെഗുലേറ്ററേ ഓഫാക്കുക. നമ്മൾ സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ അല്ലെങ്കിലും ഓഫാക്കണം. പക്ഷെ നമുക്കിപ്പോൾ ഈ അപകടം പറ്റിയതിൻ്റെ ആ ഒരു പേടിയില്ലേ. അപ്പോൾ ഇതെല്ലാം അവിടെ സെറ്റായി. ഇനി നാളെ രാവിലെ ഒന്ന് നോക്കിയാൽ മതിയാവും ഇതൊക്കെ. അപ്പം നമുക്ക് അടുക്കള കൂട്ടാൻ നേരമായി. ഷോഫിന് മുകളിൽ ഇങ്ങനെ ചാടി ചാടി കയറി ഷോഫൊക്കെ കേടും കേട്ടോ. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കയറിട്ടോ. എടാ ചെങ്ങായി ഒന്ന് ക്യാമറയ്ക്ക് നോക്കി മൂടി ഇങ്ങനെ മുഖത്ത് കിട്ടാൻ ഇങ്ങനെ ശരിയാവുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഉറങ്ങാൻ സമയമാണ് 10 മണി ആയിക്കുന്നത്. ഞങ്ങളിപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫോണ് എടുത്തു വെക്കും അല്ലേ, എടുത്തുവെക്കോ. ഫുട്ബോളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൊച്ചൊക്കെ കാണും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.